ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണല്ലേ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാൻ ഈ വോയിസ് എഡിറ്റ് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ. മഴ കാരണം ഇവിടെയൊന്നും സ്കൂളില്ല, അവധിയാണ്. കുറേ ജില്ലകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ അതുപോലെ തന്നെ അവധിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2-3 ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അങ്ങനെ അതെ, 2 ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. പക്ഷെ ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ മഴ കാരണം പറ്റുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 1-1.5 മണിക്കൂറോളം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോണും പിടിച്ചിരിക്കണം. അപ്പോൾ ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് തീരെ പറ്റില്ല കേട്ടോ. ഈ 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നോർമലായിട്ട് എടുക്കുന്നതാണ്. പക്ഷേ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ആവണില്ല, എങ്ങനെയായാലും നീങ്ങുന്നില്ല, അപ്ലോഡ് ആയി കിട്ടുന്നില്ല കേട്ടോ. അത് കാരണം അങ്ങനെ വൈകി പോവുകയാണ്. അത് മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കുകയും വേണ്ട, ആ ഒരു രീതിയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പം ഞാനിത് വോയിസ് കൊടുക്കുന്നത് തിങ്കളാഴ്ച, ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ വിചാരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് കേട്ടോ. തിങ്കളാഴ്ച രാത്രി 11 മണിക്കാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. മഴയുടെ സൗണ്ടാണെങ്കിൽ അതങ്ങനെ, പിന്നെ മക്കളുടെ സൗണ്ടാണെങ്കിൽ അതങ്ങനെ കേട്ടോ. അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പടപടപടേന്ന് പറഞ്ഞ് നല്ല ശക്തിയിൽ ഇങ്ങോട്ട് മഴ പെയ്യും. അതുപോലെ തന്നെ അത് ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീണ്ടും പെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത്രയും ദിവസം എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോവാം. പിന്നെ എടുത്തു പറയാൻ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പണി എന്താണെന്ന് വെച്ചാൽ, ദേ ഈ കാണുന്ന അലക്കൽ തന്നെയാണ് കേട്ടോ. 1-1.5 ആഴ്ചയായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ പണി തന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അതിനി വർക്ക് ചെയ്യില്ല. കുറേ ആയിട്ടോ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇനി അത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഏകദേശം ഇപ്പോൾ അതൊരു വാങ്ങിയിട്ടൊരു 10 വർഷമൊക്കെ ആയിട്ടുണ്ട്. അതെ, 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അത് എന്താ പറയുക, പണി മുടക്കി. ഇനിയിപ്പോൾ അതിൽ നോക്കിയിട്ട് കാര്യമല്ല. അപ്പോൾ വേറെ ഒന്ന് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഞാൻ പറയാം നിങ്ങളെടുത്തിട്ടോ, വാങ്ങിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ വൈകുന്നേരം ഞാൻ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി, പേരിന് കുറച്ചൊരു ആ വെള്ള കളർ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ചിട്ട് 2-3 വിസിൽ ഒക്കെ അടിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ രാവിലത്തെ കുറച്ച് വിശേഷമാണ് കാണിക്കുന്നത്. രാവിലെ ഇപ്പോൾ എന്നാണ് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതേ രാവിലെ തന്നെ അടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ട് അട ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ വീഡിയോ എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മളെ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു ട്രിപ്പിനുള്ളത് ഞാൻ എടുത്തു. അപ്പോൾ അതങ്ങോട്ട് ആയിക്കോട്ടെ, ആവുന്ന ആ ഒരു ടൈമിൽ ബാക്കിയും കൂടെ റെഡിയാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയായി. അപ്പോഴേക്ക് ഞാനിട്ട് തേങ്ങ കഴിയും ചെയ്തു കേട്ടോ. അങ്ങനെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായ ഉണ്ടാക്കലും കടി ഉണ്ടാക്കലും അതിൻ്റെ കറിയായിട്ടും ഉച്ചയ്ക്കുള്ള
വെജായിട്ടും പിന്നെ അപ്പൂസിന് കൊടുത്തയക്കാനായിട്ടുള്ളത് അങ്ങനെ അതൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പൂസിനെയൊക്കെ കൊണ്ടാക്കി വന്നിരുന്നു കേട്ടോ. 8 മണിക്കാണ് 8:10 അപ്പൂസിൻ്റെ ബസ് കേട്ടോ. വെള്ളിയാഴ്ചയാണെന്ന് വിചാരിച്ചിട്ട് ആൾക്ക് നേരത്തെ പോകുന്നു വേണ്ട, പക്ഷെ മനുവിന് അരമണിക്കൂർ നേരത്തെ പോകണം കേട്ടോ. അപ്പൂസിന് വെള്ളിയായാലും അല്ലാത്ത ദിവസമായാലും ഒരേ ടൈമിന് തന്നെയാണ് കേട്ടോ. 9 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മഴ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുന്ന് റോഡിലെത്തുന്നത് വരെ മഴ പെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മഴയുണ്ടായിരുന്നു. അപ്പം ഫുള്ള് മഴയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ലൊരു വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ മഴയായിരുന്നു ആ ഒരു ടൈം തൊട്ടിട്ട് ഇടയ്ക്ക് നല്ല വെളിച്ചം വരും. അതുപോലെ തന്നെ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു രാവിലത്തെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സാവധാനം ഓരോന്ന് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോർട്ട് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ 8 മണി കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ച് നേരം ഞാൻ ഒന്നങ്ങോട്ട് ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ. ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ ഫോണൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സാവധാനം ചായയൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ ഒരു എന്താ പറയുക ഒക്കെ ഒരു സാവധാനമാണ് കേട്ടോ. പിന്നെ വേഗം അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് വേഗം അടുക്കളയ്ക്ക് വീണ്ടും വന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ അംഗങ്ങൾ വീണ്ടും തുടങ്ങാം, അങ്ങനെയാണ് കേട്ടോ. പിന്നെ മനുവും ഞാനൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒപ്പമാണ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ടപ്പൂസിൻ്റെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മനുവിന് പിന്നെ സാവധാനം പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ വെച്ചു. ചോറ് വെച്ച് കഴിഞ്ഞ് ഉപ്പേരി കേട്ടോ, കുറച്ച് എന്താണ് അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ കയ്പ്പ കുറച്ച് ഏറും അതാണെങ്കിൽ എടുത്ത് വെച്ചാൽ ഒരു പീസ് കയ്പ്പ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ ഇടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഏട്ടൻ ഞാൻ ഏട്ടൻ എന്ന് പറയാറില്ല കേട്ടോ. പൊതുവേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏട്ടൻ എന്നിങ്ങനെ പറയാറാണ് കേട്ടോ. ഞാൻ എൻ്റെ ഏട്ടനെയാണ് ഏട്ടൻ എന്ന് പറയണത് കേട്ടോ. ഇവരങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ പേര് വിളിച്ചിട്ട് ഏട്ടെന്ന് പറയും എന്നല്ലാണ്ട് ഞാൻ അവരങ്ങനെ പ്രത്യേകിച്ചൊന്നും വിളിക്കാറൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പറയാൻ വേണ്ടി നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് എന്താ പറയുക, എന്താ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മറന്നു പോയിട്ടോ. അപ്പോൾ ഏതായാലും ഹസ്ബൻഡ് കയ്പ്പം ഫുള്ള് ഇടാൻ വേണ്ടിയിട്ട് സമ്മതിക്കണില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, കയ്പ്പം അതിൽ മാറ്റി വെച്ചിരിക്കുന്ന ആ കയ്പ്പ് എടുത്തു. അതുപോലെ അവിയലിലേക്ക് റെഡിയാക്കിയിട്ടുള്ള കുറച്ച് കായയും അതുപോലെ അവിയലിക്ക് റെഡിയാക്കിയിട്ടുള്ള കുറച്ച് പയറും കൂടെ അതൊന്ന് റെഡി ആക്കി വെച്ചിട്ടുള്ളത് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. എന്നിട്ട് അത് ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് മൂന്നും കൂടെ ഉപ്പേരി വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അപ്പോഴേക്ക് അവിയലിനുള്ള കഷ്ണമൊക്കെ ഏട്ടൻ തന്നെ അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ചേന തൊടാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേന. പക്ഷേ എനിക്ക് പണ്ട് മുതലേ ചേന, ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചൊറിയും കേട്ടോ. അതിപ്പം എന്താ പറയുക, ഞാൻ റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കവറൊക്കെ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഞാൻ നന്നാക്കിയിട്ടുണ്ട് എന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനത് അരിയില്ല കേട്ടോ. തൊലി കളയാനായാലും എന്തിനായാലും ചേനയും ചേമ്പും ഒന്നും ഞാൻ എടുക്കില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിങ്ങനെ നന്നാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏട്ടൻ എന്ത് ചെയ്തു, ചേന നന്നാക്കിയതിന് ശേഷം ഏട്ടൻ തന്നെ കായും കയ്പയും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഏട്ടൻ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 1.5 ആഴ്ചയായിട്ട് വാഷിംഗ് മെഷീൻ പണി തന്നിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ബാക്ക് പെയിനൊക്കെ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്ക് പെയിൻ മാത്രമല്ല, എനിക്ക് പുറം വേദനിക്കാൻ അങ്ങനെ എന്താ പറയുക, എനിക്ക് വെയിറ്റുള്ള സംഭവങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് പോരുന്നതുകൊണ്ടാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തട്ടിമുട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീൻ പണി തന്നതും പിന്നെ അത് മാത്രമല്ല, സ്കൂൾ തുറന്നതിന് ശേഷം ഭയങ്കര വെള്ളത്തിൻ്റെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഞാൻ എന്താ പറയുക, കുറച്ചൊരു പണി കിട്ടിയിട്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഏട്ടനത് തേങ്ങയൊക്കെ ചിരവി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അത് അവിയൽ അവിടെ സെറ്റാക്കാൻ വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ ഇപ്പുറത്ത് ചിക്കനും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിവിടെ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ പിന്നെ അതുപോലെ തന്നെ ചിക്കനിൽ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴണ്ടി വരണമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വേഗം തേങ്ങ ചതയ്ക്കാനുള്ളതും തേങ്ങ അരച്ചെടുക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് അവിയലും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചിക്കനും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷോർട്ട് എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ചെയ്ത് തന്നതുകൊണ്ട് തന്നെ ആ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ വിചാരിച്ചൊരു ടൈമിൽ തന്നെ നമുക്ക് കാര്യം കഴിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി അവിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഏട്ടൻ പോയി വരുന്ന സമയത്ത് അങ്ങനെ കണ്ടു വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതേ ചിക്കനിലേക്ക് ഇന്ന് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സോസ്, തക്കാളി സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് പീസാക്കിയിട്ട്, അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങ അവിടെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു, അവിയലിലേക്ക് എടുത്തത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് നമ്മളിതിപ്പോൾ ഓഫാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വയ്യ. അതുകൊണ്ട് ഞാനത് തേങ്ങ എടുത്തിട്ട് കഷ്ണാക്കിയിട്ട് ചിക്കനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇത് നമ്മൾ അവിയലൊക്കെ സെറ്റായി, അപ്പോഴേക്കും ഏട്ടൻ വന്ന് അതും കൂടെ ഒന്ന് റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ. പെരുമഴയായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ മുതലുള്ള മഴയാണേ. ഇപ്പോൾ ഉച്ചയ്ക്ക് എപ്പോഴോ ഒന്ന് ഇടയ്ക്ക് ഇത്തിരി ഒഴിവ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ അതേ വീണ്ടും നല്ല മഴയാണ് കേട്ടോ. ഞാനാണ് ഈ സമയത്ത് അപ്പൂസിനെ കൊണ്ടുവരാൻ പോയതെങ്കിൽ എല്ലാം കൂടെ ഞാൻ കുടുങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൂസിൻ്റെ ബാഗും കിറ്റും ഒക്കെ കൂടെ ഒരു കവറിലിട്ടിട്ട് മനു ആണ് പിടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അങ്ങനെ അങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വൈകുന്നേരം ചായയൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അപ്പൂസനെ കൊണ്ടുവരുന്ന സമയത്ത് ഏട്ടൻ പാലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാലും കൂടി എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ചായ കാത്തു നിൽക്കാനുള്ള പാലുണ്ടാക്കിയപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വേറെ ചായ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പാൽ ചായ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മനുവിനാണെങ്കിൽ വിശന്നിട്ട് വയ്യാട്ടോ, അവന് ചായ ഉണ്ടാക്കാനുള്ള നേരമല്ലേ. അപ്പോൾ അതിന് മുന്നേ തന്നെ അവൻ നൂൽപുട്ടും കറിയൊക്കെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ നീ എടുക്കുമോ, ഞാൻ എടുത്തു തരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ അങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അവൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, എടുത്ത് കൊടുക്കണം എന്നുള്ളതൊന്നുമില്ല. എന്തെങ്കിലും വേണം അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അവൻ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.